ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു എൻ്റയർ പർച്ചേസിൻ്റെ വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ഒരു വെഡ്ഡിങ് പർച്ചേസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻലി സാരി ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു തന്ന ഒരു ഡ്രസ്സിൻ്റെ പർച്ചേസ് സെക്ഷൻ, അതായത് കല്യാണ സാരി, അതുപോലെ തന്നെ റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ അതിൽ വരുന്നത്. കല്യാണ സാരി, അതുപോലെ തന്നെ സൽക്കാര സാരി, ഫാമിലീസിൻ്റെ സാരീസൊക്കെ നമ്മൾ ജയലക്ഷ്മി, കോഴിക്കോട് ജയലക്ഷ്മി എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. അപ്പം ആ പർച്ചേസൊക്കെ കോഴിക്കോട് ജയലക്ഷ്മിന്ന്. പിന്നെ റിസപ്ഷൻ്റെ ഗൗണും മീൻസ് ലെഹങ്ക നമ്മൾ സംഗീർത്ത, കോഴിക്കോട് സംഗീർത്ത എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വെഡ്ഡിങ്ങിൻ്റെ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവ ബ്രൈഡൽ ലക്ഷറി ബ്രൈഡൽ മേക്കപ്പിൻ്റെ ടീമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാൺ ജ്വല്ലറിയിൽ നിന്ന്, അതുപോലെ തന്നെ മലബാർ, കുഞ്ഞിക്കണ്ണൻ, അവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ബ്രൈഡ് ടു ബി ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡ് ടു ബീൻ്റെ ഡ്രസ്സ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 700 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ലോങ് ടോപ്പ് മാക്സി ടൈപ്പ് ഡ്രസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 3 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മീഷോ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഡയമണ്ട് മോഡലിലുള്ള വളയും അതിന് ഏകദേശം 226 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 151 രൂപ ആ ഒരു റേഞ്ചിൽ 2 മാലയും കമ്മലൊക്കെ വരുന്ന സെറ്റൊക്കെ മീഷോയിലുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡ് ടു ബിക്ക് ഞാൻ 2 ഡ്രസ്സ് മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഡ്രസ്സ് ഓക്കെ ആയിരുന്നു മെറ്റീരിയൽ, പക്ഷേങ്കിൽ ഒരു ബ്രൈഡ് ടു ബിക്കൊന്നും ഇടാൻ വേണ്ടിയിട്ട് അത്ര ഓക്കെ അല്ല, കാഷ്വലായിട്ട് ഇടാം. അതുകൊണ്ട് ഞാൻ കാഷ്വലായിട്ട് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്, ഒരു ഏരിയ മെറ്റീരിയലായിട്ടാണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല പ്രൊഡക്റ്റായിരുന്നു, ബ്രൈഡ് ടു ബിക്കൊക്കെ ഓക്കെയാണ്. പക്ഷേങ്കിൽ എനിക്ക് ഫുൾ ലെങ്ത്ത് വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ അടിച്ചത്. ഓർഡർ ചെയ്യുമ്പോൾ ഇമേജിൽ ഫുൾ ലെങ്ത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടുമ്പം ഒരു നീ ലെങ്ത്ത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തു. ഫ്ലിപ്പിലെ ഡ്രസ്സ് തന്നെ കൺഫേം ചെയ്തു. ഇതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ്, അതായത് ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പർച്ചേസ് ചെയ്തത്. എല്ലാം ഒരു 350 റേഞ്ച് ആ റേഞ്ചിൽ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സാകുമ്പോൾ ഞാൻ പ്രാണാട്ടി സ്റ്റൈൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കാര്യം. അപ്പോൾ അതിലൊക്കെ 4000, അതായത് സ്റ്റിച്ചിങ് അടക്കം 4000 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അത്രയും ബഡ്ജറ്റിലൊന്നും നോക്കാതെ എനിക്ക് ധാവണി തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മീഷോന്ന് ഈ ഒരു പിക്ക് അതിലും ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ട് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റ് വൈസ് വളരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു പഴയ സാരി മീൻസ് സ്റ്റിച്ച്ഡ് ആയിട്ടല്ല, മെറ്റീരിയൽ മാത്രം. അപ്പോൾ ഒരു പഴയ സാരി മുറിച്ച ഒരു മെറ്റീരിയൽ പോലെ ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേങ്കിൽ 633 ആണ് റേഞ്ച് വരുന്നത്. എന്നാലും എനിക്ക് തീരെ ഓക്കെ ആവാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ കല്യാണത്തിൻ്റെ കുറേ മുമ്പ്, അതായത് സേവ് ദ ഡേറ്റ് ഫിക്സ് ചെയ്തതിൻ്റെ ഒരു മാസം മുമ്പേ ഡെലിവറി ചെയ്തിട്ട് ഓക്കെ അല്ലാത്ത പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുക ചെയ്തത്. അങ്ങനെ ഞാൻ ഇത് ഗ്രീനും ബ്ലൂവിനും പകരമായിട്ട് ബ്ലാക്കും റെഡും കോമ്പിനേഷൻ കണ്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അടിപൊളിയാണ്. അത് തന്നെയായിരുന്നു എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സും. അത് 633 തന്നെയാണ് റേഞ്ച് വരുന്നത്, പക്ഷേ നല്ലൊരു പ്രോഡക്റ്റായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം ഞാൻ കല്യാണത്തിൻ്റെ സാരി പറഞ്ഞല്ലോ, ജയലക്ഷ്മി എന്നാണ് എടുത്തത്. നമ്മളിപ്പം കണ്ണൂരിൽ നിന്ന് പ്രിഫർ ചെയ്യാത്തതുകൊണ്ടായിരുന്നു ജയലക്ഷ്മിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ണൂരിൽ നോക്കിയ സമയത്ത് ഫാമിലി വെഡ്ഡിങ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതായിരുന്നു. ഫാമിലി വെഡ്ഡിങ്ങിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. സാരിയിൽ റീസണബിൾ റേറ്റിൽ കളക്ഷൻസ് ഉണ്ട്. ജയലക്ഷ്മിയിലൊക്കെ ആകുമ്പോഴും മെറ്റീരിയൽ മാറ്റമായിരിക്കും, അതുപോലെ തന്നെ പ്രൈസും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. ഫാമിലി വെഡ്ഡിങ്ങിൽ സാരിയിൽ കോസ്റ്റ്ലി ഉണ്ട്, അതുപോലെ തന്നെ റീസണബിളായിട്ട് നല്ല റേറ്റ് കുറവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സാരി ആ ഒരു മെറ്റീരിയൽ മാറ്റുകയാണെങ്കിൽ അടിപൊളി സാരീസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ണൂരാണെങ്കിൽ ഫാമിലി വെഡ്ഡിങ് ആയിരിക്കും സാരീസിന്. അതുപോലെ തന്നെ പിന്നെ കല്യാൺ സിൽക്സ് വരുന്നുണ്ട് കണ്ണോത്തഞ്ചാൽ. അതിൽ ഭയങ്കര റേറ്റ് ഭയങ്കരമാണ്, പക്ഷേങ്കിൽ എല്ലാ കളക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ സേവ് ദ ഡേറ്റ്, ട്രഡീഷണൽ സേവ് ദ ഡേറ്റിൻ്റെ ഫാൻസി ഓർണമെൻറ്റ്സ് ഒക്കെ മീഷോ തന്നെ വാങ്ങിയ അതിന് സ്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് കുപ്പിവളയാണ് വാങ്ങി. അതായത് ആ കുപ്പിവളൻ്റെ മേലെ ബ്ലാക്ക് വെൽവെറ്റ് മെറ്റീരിയലിനെ കൊണ്ടാണ് ഈ ഒരു ബാങ്കിൾ വരുന്നത്. ഒരുപാട്
നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണ്. ഈ ഒരു 163ക്ക് ഒരുപാട് വളകൾ വരുന്നുണ്ട് മീഷോയിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് കൂടാണ്ട് സേവ് ദ ഡേറ്റിൻ്റെ കമ്മലും മാലയും ഒക്കെ മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് മാലയ്ക്ക് 202 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ കമ്മലിനും 100 സംതിങ്ങേ വരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു. എല്ലാം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. അങ്ങനെ കളർ ഫെയ്ഡ് ആവുന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ 2, അതായത് സേവ് ദ ഡേറ്റിന് ഇടാൻ വേണ്ടിയിട്ടൊരു ചോക്കർ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 160 സംതിങ് ആ ഒരു റേറ്റാണ് വരുന്നത്. നല്ല അടിപൊളി ചോക്കറായിരുന്നു. ഒരു 2 കമ്മലും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിലൊക്കെ എൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഞാനിപ്പം കല്യാണത്തിന് നമ്മൾ നോർമലി ഫാൻസി കമ്മലാണല്ലോ ജിമിക്ക യൂസ് ചെയ്യുക. അപ്പം നമ്മളെ മേക്കപ്പ് ടീമിൻ്റെ അടുത്ത് ഉണ്ടാവും. എന്നാലും ഞാൻ അഡീഷണലി ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴായാലും നമുക്ക് യൂസ് ചെയ്യാം, സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് മോഡലാണ്. 308 രൂപയാണ് അതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത്. അത് നല്ല ഹെവി കമ്മൽ, ഒരു 3 ലെയർ മോഡൽ ആയതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു കമ്മലാണ്. ട്രഡീഷണൽ അല്ലാതെ നമ്മളൊരു മോഡേൺ സേവ് ദ ഡേറ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലായിരുന്നില്ല. കണ്ണൂരിലെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ ലൊക്കേഷൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബ്രിഡ്ജ്, ഇതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അത് ഇരിക്കൂറ് മാമാനിക്കുന്ന് അമ്പലത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. മോർണിംഗിലൊക്കെ നല്ല അടിപൊളി വൈബാണ്. പിന്നെയെന്ന് പറയുമ്പം സേവ് ദ ഡേറ്റ് മോഡേണും ട്രഡീഷണലും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫംഗ്ഷനും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പം നോർമൽ ഹൽദിക്കും സേവ് ദ ഡേറ്റിനൊക്കെ ഓൺ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് പേർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ്ങും കൂടി കാണിക്കാം. ഈ പേർപ്പിളിൻ്റെ ഒരു ബോക്സ് ബൾക്കായിട്ട് വാങ്ങിയതാണ്. ഏകദേശം ഒരു 1000 രൂപയ്ക്ക് അടുപ്പിച്ച് വരുന്ന ഒരു പർച്ചേസാണ് ഇപ്രാവശ്യം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഓൾമോസ്റ്റ് ഒരു വക എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അഡീഷണലായിട്ട് വാങ്ങി, അതായത് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ഞാൻ മുമ്പുള്ള ഒരു വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു ഞാൻ നോർമലി ഫിറ്റ്മീൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിൽ അതൊക്കെ മാറ്റിയിട്ട് മമ്മാത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഫാൾസ് ഐലാഷസ് വാങ്ങിയിട്ടുണ്ട്. അതിന് ഏകദേശം 180 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ ബോക്സിൽ കാണുന്ന റേറ്റ് അല്ല വരുന്നത്. പിന്നെ ഒരു ഫാൾസ് നെയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം ചെറിയ ചെറിയ റേറ്റിൻ്റെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നെയിൽ എക്സ്റ്റൻഷന് 99 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് മമ്മാത്തിൻ്റെ ഉപ്ടൻ ഫേസ് വാഷാണ്. അതിന് 218 രൂപയാണ് ഫേസ് വാഷിന് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫേസ് വാഷ്. പിന്നെ അതുപോലെ തന്നെ മമ്മാത്തിൻ്റെ ഇത് BB ക്രീമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് മമ്മാത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ്റെ കൂടെ കിട്ടിയതാണ്. ഗ്ലോ സിറം ഫൗണ്ടേഷന് 300 റേഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് 329 രൂപ വരുന്ന മമ്മാത്തിൻ്റെ BB ക്രീം ഫ്രീ ആയിരുന്നു. നല്ലൊരു റിവ്യൂ ഉള്ള പ്രോഡക്റ്റായിരുന്നു മമ്മാത്തിൻ്റെ ഈ ഗ്ലോ സിറം ഫൗണ്ടേഷൻ. അതുകൊണ്ട് ഇതൊന്ന് മാറ്റിയിട്ട് ഇതെടുത്ത് നോക്കിയാൽ. അപ്പോൾ അതിൻ്റെ കൂടെ BB ക്രീം ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെയെന്ന് പറയുന്നത് നൈബേൻ്റെ വൈറ്റ് കാജലാണ് വരുന്നത്. അതിന് 111 രൂപയാണ് വരുന്നത് വൈറ്റ് കാജലിന്. പിന്നെ നൈബേൻ്റെ തന്നെ ഒരു ബ്ലഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓഫറിൽ ഉണ്ടായത് 97 രൂപയാണ് ഈ ബ്ലഷിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പാക്കിങ് അട്ടർ ഫ്ലോപ്പായിരുന്നു. ഫുൾ ബ്ലഷ് പുറത്താണ് ഉണ്ടായിരുന്നത്. യൂസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 99 രൂപ. ആർട്ടിഫിഷ്യൽ ഫ്ലവർ, നമ്മുടെ ടെമ്പിൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 110 രൂപയാണ് മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ടെമ്പിൾ ഷൂട്ടിൻ്റെ സാരി എന്ന് പറയുന്നത് അനിജം ബൈ സൗന്ദര്യ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അവർ ഒരുപാട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോസ്, അതായത് 2 മീറ്ററോളം വരുന്ന സെറ്റും ഉണ്ടായിരുന്നു ഞാൻ പ്രിഫർ ചെയ്ത്. അപ്പോൾ അതായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. 1300 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സാരീൻ്റെ സെറ്റ് മുണ്ടിൻ്റെ റേറ്റ്. ടെമ്പിൾ ഷൂട്ടിൻ്റെ ബ്ലൗസ് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. ലൊക്കേഷൻ വരുന്ന കണ്ണൂരിൽ നമ്മുടെ പ്രഭാത് കോട്ടൺ മാരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത സെയിം മോഡൽ പെർഫെക്റ്റ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിൻ്റെ വർക്കിന് ഏകദേശം 3000 രൂപ, സ്റ്റിച്ചിങ് അടക്കം 3000 രൂപയാണ് ഈ ബ്ലൗസിൻ്റെ റേറ്റ് വരുന്നത്. അതായത് ഈ ബീഡ്സ് വർക്കും സ്റ്റിച്ചിങ് എമൗണ്ട് എല്ലാം കൂടിയിട്ടാണ് വരുന്നത്. നല്ല ഹെവി വർക്കിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇത് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചതാണ്. അപ്പോൾ അവരുടെ വർക്കൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കല്യാണ ബ്ലൗസിൻ്റെ വർക്ക് ചെയ്യിപ്പിച്ച്, അതായത് ഒരുപാട് ഫ്രീലാൻസറായിട്ട് ഈ ഒരു വർക്ക് ആരി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ വർക്ക് രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണ ബ്ലൗസ് ചെയ്ത് സുലേഖ, അതായത് ജിമാളിൻ്റെ ഉള്ളിൽ സുലേഖ എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ നമ്പർ 9 കൊടുക്കാം. ടെമ്പിൾ ഷൂട്ടിൻ്റെ മേക്കപ്പ് അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂരിലൊരു ടീം തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് കണ്ണൂരിലെ ഒരു റീസണബിൾ റേറ്റിൽ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു ഫേമസ് ടീം തന്നെയാണ് ഏഞ്ചൽസ് ബ്യൂട്ടി ബ്രൈഡ്. അവരെ വർക്കായിരുന്നു അത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ടെമ്പിൾ ഷൂട്ടിൻ്റെ മേക്കപ്പ് ലുക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമ്പർ കൂടെ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ടെമ്പിൾ ഷൂട്ടിന് ഫാൻസി ഓർണമെൻറ്റ്സ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം മീഷോന്ന് തന്നെയായിരുന്നു. ഭയങ്കര ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു. അതായത് 151 രൂപയ്ക്ക് ഒരു ടെമ്പിൾ ഗോൾഡ് മോഡലിൽ വരുന്ന ജ്വല്ലറി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് ഒരു നെറ്റിച്ചുട്ടിയും വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുപോലെ എൻ്റെ കല്യാണത്തിന് ഒരു ഹൽദീൻ്റെ ഒരു പ്രോഗ്രാം, ചെറിയൊരു പ്രോഗ്രാം, കുറച്ച് പിക്കെടുക്കാൻ മാത്രമായിട്ടൊരു ചെറിയ രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സെറ്റപ്പിന് വേണ്ടിയിട്ട് ചെറിയ പരിപാടിയാണെങ്കിൽ ഒരുപാട് സാധനം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ട് പൈസ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൽദിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്ന മീഷോന്നായിരുന്നു. അതായത് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹൽദി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 430 രൂപേൻ്റെ ഒരു ഡ്രസ്സ് മെറ്റീരിയലായിരുന്നു മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പും ഷോളും വരുന്ന മോഡലാണ്. ടോപ്പും എല്ലാം മെറ്റീരിയലായിരുന്നു. പാവാട വരുന്നത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാണ്. മീഷോയിൽ കാണുന്ന അതുപോലെ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാൻഡ് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു വർക്കേ വരുന്നുള്ളൂ അതിൽ. അതുപോലെ ഹൽദീൻ്റെ ഓർണമെൻറ്റ്സ് നമ്മൾ മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചോക്കർ ടൈപ്പ് മാല 145 രൂപക്കും, അതുപോലെ തന്നെ വലിയൊരു സെറ്റ് വാള 185 രൂപക്കും മീഷോന്ന് വാങ്ങി. ബ്ലൗസ് നമ്മൾ മെറ്റീരിയൽ പുറത്തുനിന്ന് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക ചെയ്തത്. അപ്പം നമ്മുടെ ഹൽദീൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ പാർട്ടിക്ക് അതുപോലെ തന്നെ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 സെറ്റായിട്ട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റെൻ്റൽ ഡ്രസ്സും അതുപോലെ തന്നെ റെൻ്റൽ ഓർണമെൻറ്റ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി വേർത്തി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണെന്ന് തോന്നി. നമുക്ക് റെൻ്റഡ് ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കിയപ്പം 1000 എബോവ് 1 ഡേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാല ഓൺലൈനിൽ മീഷോയിൽ എൻ്റെ ഡ്രസ്സ് എടുത്തതിന് ശേഷം എടുത്തത്. ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അങ്കിളിൻ്റെ ഗിഫ്റ്റായിരുന്നു. അത് മുംബൈയിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു മാല ഒരു 565 റേഞ്ചിൽ നല്ല ഹെവി മാല തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കമ്മലും അതുപോലെ തന്നെ ഒരു നെറ്റിച്ചുട്ടി ഉണ്ടായിരുന്നു. മാല ഒരു ചോക്കർ ടൈപ്പ് മോഡലായിരുന്നു. അതുപോലെ തന്നെ നല്ല വെയ്റ്റുള്ള ഹെവി ലുക്ക് വരുന്ന അങ്ങനത്തെ ഒരു മാലയായിരുന്നു. ഇതിന് ഞാൻ പുറത്തൊക്കെ നോക്കിയ സമയത്ത് 1500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതും ആ സെയിം കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മാല കൂടാതെ വളയും നമ്മൾ മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ട്. വളയുടെ സെറ്റ് മുഴുവൻ എല്ലാ ഫംഗ്ഷൻ്റെയും വളയുടെ സെറ്റ് നമ്മൾ മീഷോ ആണ്. എന്താ വെച്ചാൽ നല്ല ഇവിടെയൊക്കെ ഒരു 12 സെറ്റ് വളക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. മീഷോയിലാകുമ്പോൾ ഒരു 150-150 രൂപക്ക് ഒരുപാട് റേഞ്ചിൽ വള കിട്ടുന്നുണ്ട്. പിന്നെ ഫൈനൽ ലുക്ക് നമ്മൾ എങ്ങനെയാണ്. അപ്പം നമ്മളെ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ്. അതും ഞാൻ ഓൺലൈനായിട്ട് എടുത്തതാണ്. പാർട്ടീൻ്റെ 2 ലുക്കും ചെയ്തത് കണ്ണൂരിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അമൃതയാണ്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് അപ്പോൾ ഇതാണ്, ലെഹങ്ക ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എടുത്ത ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പേജ് കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും.
ഒരു പീച്ച് കളർ ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പിക്കിൽ കാണുന്നത്ര ഷൈനിങ് ഒന്നും വരുന്നില്ല, പക്ഷേങ്കിൽ നല്ല ഒരു 2500 രൂപയാണ് ഈ ഒരു ലെഹങ്കക്ക് വരുന്നത്. ആ ഒരു റേഞ്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. മാമൻ മുംബൈയിൽ നിന്ന് എടുത്ത് തന്ന ഡ്രസ്സിന് നല്ല കോസ്റ്റ്ലിയാണ്, പക്ഷേങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയത് ഈ ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ ഈ ഒരു പേജിനെ പറ്റിയിട്ട് കൂടുതൽ എനിക്കൊന്നും അറിയില്ല, ഇത് ട്രസ്റ്റബിൾ ആണോ ഒന്നും അറിയില്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വാങ്ങിയിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് റിട്ടേണും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റ് വൈസ് നല്ലതായിരുന്നു. അവരെന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല ഏതായാലും. അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഇതുപോലെ തന്നെ പാർട്ടിയുടെ ഓർണമെൻറ്റ്സും ഒക്കെ ഞാൻ മീഷോന്ന് ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഡ്രസ്സിൻ്റെ ഓർണമെൻറ്റ്സും മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയാണ് നമ്മളൊരു കല്യാണത്തിൻ്റെ ഒരു പർച്ചേസ്. എല്ലാം ഉൾപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.